സത്ര ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തോട്ടെ. ഇനി ഞാൻ പറയുന്ന 2 പത്രോസ് 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമാണല്ലോ. ഈ രണ്ട് ലേഖനങ്ങളാലും നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തതിലേക്ക് വരുമ്പോൾ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതവുമായവൻ തന്ന കൽപ്പനയെ ഓർത്തുകൊള്ളി. 10 കൽപ്പനയുണ്ട്. ആ 10 കൽപ്പന അതായത് കൊച്ചു പിള്ളേരെയാണല്ലോ, നിങ്ങൾ വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ 10 കൽപ്പനകൾ പഠിപ്പിക്കണം. 12 ബാധകളുണ്ടാകത്ത് പഠിപ്പിക്കണം. അതേപോലെ തന്നെ ചെറിയ വാക്യങ്ങൾ അവരുടെ ഓരോ ഏജിലും പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈബിളിനകത്തൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. മുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തന്നെ ബൈബിൾ വായിച്ചോളും, പ്രാർത്ഥിച്ചോളും, ആരാധിച്ചോളും. ആ കുഞ്ഞിലെ പഠിപ്പിച്ച് വെച്ച വാക്യങ്ങൾ അവരൊരിക്കലും മറക്കത്തില്ലെന്നുള്ളതാണ്. അവൻ്റെ വരവിനെക്കുറിച്ചുള്ള വാഗ്ദത്വം ഇവിടെ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലതും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അവർ മനഃപൂർവ്വം മറന്നു കളയുന്നു. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയെ പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും. നോഹയുടെ കാലത്തെ കാര്യങ്ങൾ നമുക്കറിയാം. നോഹയുടെ കാലത്താണല്ലോ ജലപ്രളയം ഉണ്ടായത്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തിനെ കാത്തു സൂക്ഷിക്കപ്പെടുന്നത് തന്നെ. എന്നാൽ പ്രിയമുള്ളവരെ, കണ്ടോ, പ്രിയമുള്ളവരെ 3-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. പിന്നെ അത് 3:8 പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, പ്രിയം എന്നാൽ പ്രിയമുള്ളവരെ. എന്നിട്ട് പറയുന്നത് എന്താ? കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയാകുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനെ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ടോ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം വലിയ ശബ്ദത്തോടെ കടന്നു പോകും. മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകുകയും ഭൂമി അതിലുള്ള പണികളും എരിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതിനായിരിക്കുന്നതിനാൽ നിങ്ങൾ അത്രമാത്രം വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ദൈവദേശത്തിൻ്റെ വരവിനായി നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. അതിൽ ആഗ്രഹിക്കും വേണം. അന്ന് ആകാശം തീയിൽ നശിക്കും കേട്ടോ. സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആകാശം തീയിൽ നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനെ ഒരുക്കുകയും ചെയ്യും. കാരണം ഈ ബൈബിളിലെ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്ന് കൂട്ടാനും സാധിക്കത്തില്ല, ഒന്ന് കുറയ്ക്കാനും സാധിക്കത്തില്ല. അതങ്ങനെയാണ് കാര്യങ്ങൾ. എത്ര വായിച്ചാലും പിന്നെയും വായിച്ച് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതങ്ങനെയാണ്. എന്നാലും നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കായി നാം കാത്തിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ എന്താണ് പ്രിയമുള്ളവരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടോ, 3-ൽ തന്നെ ആദ്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ 14-ാം വാക്യത്തിലും പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നതിനാൽ അവൻ നിങ്ങളെ കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണുമെന്ന് സാധിക്കും. സമാധാനം, ഈ സമാധാനം എവിടെ നിന്ന് കിട്ടും ദൈവമക്കളെ? നമ്മുടെ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് കരുതിക്കൊള്ളും. ദീർഘക്ഷമയുള്ളവനാണ് രക്ഷ. അതാണ്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നുവല്ലോ. അദ്ദേഹം തൻ്റെ സകല ലേഖനങ്ങളിലും ഈ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളത് ചിലത് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ ഒത്തിരി പാടുണ്ട്. ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരചിത്തരുമായവരും മറ്റും തിരുവെഴുത്തുകൾ പോലെ അതും ഞങ്ങളുടെ നാശത്തിനായി വലിച്ചു കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതിനാൽ അധർമ്മികളുടെ തെറ്റിലകപ്പെട്ട് സ്വന്തം സ്ഥിരത നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പിന്നെ ഏറ്റവും അവസാനം കൊണ്ട് ഇതിനകത്ത് നമ്മുടെ കർത്താവ്
നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവും യേശു ക്രിസ്തുവിൻ്റെ, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും എന്ത് ചെയ്യണം? വളരെ ഒരു കൊച്ചു കുഞ്ഞ്, അത് ആ കുഞ്ഞിന് എന്താ വേണ്ടത്? അതിന് പാലാണ് വേണ്ടത്, അമ്മയുടെ പാലാണ് വേണ്ടത്. അല്ല വചനമെന്ന പാൽ, മായമില്ലാത്ത പാൽ നമ്മൾ ദിനംതോറും കുടിച്ചും പാനം ചെയ്തിരിക്കണം. അവൻ എപ്പോഴും എന്നേക്കും കണ്ടോ, എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമേൻ സ്തോത്രം പറയും, ആമേൻ പറയും, ഹല്ലേലൂയ പറയും, ഇല്ലേ? ആമേൻ നമ്മൾ പറയും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമേൻ പറയും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ ഒക്കെ ദൈവത്തിൻ്റെ ഭാഷകളാണ്, സ്വർഗത്തിലെ ഭാഷകളാണ്. ഇതൊക്കെ നമ്മൾ പറയണം, ഹല്ലേലൂയ പറയണം, സ്തോത്രം പറയണം, ഉറക്കെ പറയണം, കൈയടിച്ച് പാടി ആരാധിക്കണം. കൈ ഇങ്ങനെ അടിക്കണം, അടിച്ച് പാടി ആരാധിക്കാം. കൈക്ക് നല്ല ശക്തി കിട്ടും, നമുക്ക് ഹാർട്ടിന് നല്ലതാണ് കൈയടിക്കുന്നത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തോടെ അടുത്തട്ടെ. സ്തോത്രം കേട്ടോ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.